ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു ഒക്കെ കഴിഞ്ഞിട്ട് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷനും അതേപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നതിൻ്റെ തിരക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഡിലേ ആയിപ്പോയത്. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ തലേന്നത്തെ ദിവസത്തെ പരിപാടികളാണ്. നമ്മൾ ഒരുപാട് പടക്കങ്ങളൊക്കെ വലിയ ശബ്ദമുള്ളതൊന്നും പൊട്ടിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ കമ്പിത്തിരി പൂക്കുറ്റിയൊക്കെയാണ്. പക്ഷേ അവ്യുവിന് ഭയങ്കര പേടിയായിരുന്നു. പേടിയാണെങ്കിലും ആളങ്ങനെ കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അകത്ത് പോയി ഒളിച്ചിരിക്കുന്ന പോലെയായിരുന്നു. ഞങ്ങളോട് അത് കത്തിക്കണ്ട അങ്ങനെയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പേടിച്ചിട്ട് അകത്ത് കൂടുന്നു. ജസ്റ്റ് നോക്കാൻ പോലും പുറത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയോ ഒക്കെ എടുത്തിട്ട് അവനെ പുറത്ത് കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അവൻ വിടുന്നേ ഉണ്ടായില്ല. ജനലിൻ്റെ ബാക്കിലൊക്കെ ഒളിച്ച് നിന്നിട്ടൊക്കെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. അവൻ്റെ 3ാമത്തെ വിഷു ആണെങ്കിൽ കൂടി അവൻ കുറച്ച് വലുതായതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ആണല്ലോ. അതുകൊണ്ട് അവന് ഏകദേശം ഒരു പേടിയൊക്കെ വന്ന് തുടങ്ങിയ പ്രായമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് രാത്രി ആയപ്പോഴേക്കും ഒരു മുകളിലേക്ക് പോയിട്ട് പൊട്ടുന്നൊരു സംഭവം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നാണ്. അവനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കുന്നുണ്ട്. ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് ഇത്തവണത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്ക് ജോലി കിട്ടിയതിൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടി. അതിന് ആ ഒരു മാസം തന്നെയാണ് വിഷു. അതുകൊണ്ട് നല്ല ചിലവുമാണ്. പക്ഷെ ഭയങ്കര സന്തോഷമാണല്ലേ, നമുക്ക് ആദ്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു മാസം കൂടി ആകുമ്പോൾ എല്ലാവർക്കും വിഷുക്കോടി എടുത്തു കൊടുക്കാനും കൈനീട്ടം കൊടുക്കാനും ഒക്കെ പറ്റുകയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കൈനീട്ടം കൊടുക്കലും വിഷുക്കോടി എടുത്തു കൊടുക്കലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ തലേന്ന് രാത്രി അമ്മ കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കലത്തിലും അതേപോലെ വെക്കാനുള്ള സംഭവങ്ങളിലെല്ലാം ഇങ്ങനെ ചൊട്ട നമ്മൾ കുറി തൊട്ട് കൊടുക്കില്ലേ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവ്യ അതൊക്കെ നോക്കുകയാണ്. അവൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇങ്ങനെ കൊലയായിട്ട് ആദ്യം പറിച്ച് വെച്ചിട്ടുണ്ട്. കൃഷ്ണനൊക്കെ ഉണ്ട്. കണിക്കൊന്ന ഇവിടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ ഒപ്പിച്ചെടുത്തു. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഹാപ്പി വിഷു. ഞങ്ങൾ കണി കണ്ടു. അവ്യ എഴുന്നേറ്റിട്ടില്ല. അവൻ ഉറക്കമാണ്. അവനെയും കണി കാണിക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് കണി കണ്ട ശേഷം ഒരു മാലപ്പടക്കം പൊട്ടിക്കൽ ഒക്കെ ഉണ്ട്. എല്ലാ വീടുകളിലും അങ്ങനെ ചടങ്ങ് പോലെ ചെയ്യുന്നതാണ്. കണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കൈനീട്ടം തന്നു. ഞാൻ അവർക്കും കൊടുത്തു. ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കൈനീട്ടം കൊടുക്കാൻ പറ്റിയത്. ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയും ഏട്ടനൊക്കെ ബാക്കി പടക്കങ്ങളൊക്കെ പൊട്ടിക്കാണ്. രാവിലെ ലൈറ്റൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പുലർച്ചെയാണ്. കണി കണ്ടതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് പൂക്കുറ്റിയൊക്കെ കത്തിച്ചാൽ നല്ല അടിപൊളിയായിരിക്കില്ലേ. വെളിച്ചം വന്നു കഴിഞ്ഞാലല്ലേ കാണാനൊരു രസമില്ലാത്ത. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അവ്യ എഴുന്നേറ്റിട്ടില്ല. അവനെ വിളിക്കണം. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കണി കണ്ട ശേഷം കിടന്നുറങ്ങും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക. പുതിയതായിട്ട് മാലപ്പടക്കം പൊട്ടിച്ച് ഓടി വരികയാണ്. നല്ല ദൂരെ തെറിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പകാലത്തൊക്കെ വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്ത് നിൽക്കുന്ന ഒരു ഉത്സവമായിരുന്നു. കാരണം ആ സമയത്താണ് നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടുക. നമുക്ക് ആകെ കിട്ടുന്ന ഒരു പോക്കറ്റ് മണി എന്നൊക്കെ പറയാനായിട്ട് കുറച്ച് വലിയൊരു എമൗണ്ട് കിട്ടുന്ന ഇതാണ്. കൂടിപ്പോയ ഒരു 500 അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ കിട്ടുക. എന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പൈസയൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് കൈനീട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ കണി കാണാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് നമ്മളത് എല്ലാവരും കൂടി എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. അപ്പോൾ പടക്കത്തിൻ്റെ ഒക്കെ ഒച്ച കേട്ടിട്ട് അവ്യ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവന് കണി കാണാനൊക്കെ പടക്കത്തിൻ്റെ ഒച്ച കേട്ടതുകൊണ്ട് പേടിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് കണി കാണിക്കാൻ കൊണ്ടുപോവാണ്. കണിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ താഴെ ഇറങ്ങുന്നേ ഉണ്ടായില്ല. രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ അവന് പടക്കങ്ങളൊക്കെ ഭയങ്കര പേടിയാണല്ലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് ലീവാണല്ലോ, വിഷു ആയതുകൊണ്ട്. നമുക്ക് വിഷു ഞായറാഴ്ചയാണ്. അപ്പോൾ എൻ്റെ ഒരു ലീവും പോയി കിട്ടി. ഞായറാഴ്ച വിഷു അല്ലാതിരുന്നെങ്കിൽ തിങ്കളാഴ്ച ആണെങ്കിൽ ഒരു 2 ലീവ് കിട്ടുമായിരുന്നു. അങ്ങനെ അത് പോയി. അപ്പോൾ ഇതേ കൈനീട്ടം കിട്ടിയ പൈസയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ്. നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ വിഷുവിന് സദ്യ എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ. പക്ഷേ സാധാരണ ദിവസങ്ങളിൽ എപ്പോഴും പച്ചക്കറി സദ്യ പോലെ തന്നെയാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. നമ്മൾ വിശേഷ ദിവസങ്ങളിലാണ് കൂടുതലും നോൺ വെജൊക്കെ അധികം വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ആ ദിവസവും കൂടി പച്ചക്കറി വെച്ചാൽ നമുക്ക് മൂടേ ഉണ്ടാവില്ല ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഇന്ന് ചിക്കൻ വാങ്ങിച്ചു. അത് ഏട്ടൻ അതിൻ്റെ കുറച്ച് പീസസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് രാവിലത്തേക്കുള്ളത് റെഡിയാക്കുകയാണ്. രാവിലെ നമുക്ക് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കുറച്ച് ബാക്കി വന്ന പുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ പാർട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പുട്ടും പാർട്സൊക്കെ ഫ്രൈ ചെയ്തത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവ്യോ അച്ഛനും കൂടി ഐസ്ക്രീമും വാങ്ങിയിട്ടാണ് വന്നത്. ഇപ്പോൾ ചൂട് കാലമാണല്ലോ, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡ് റെഡിയായി. അവന് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ആണ് കൊടുത്തത്. അവന് ബിരിയാണീൻ്റെ മസാലയൊന്നും അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾക്കും വിളമ്പി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചക്ക് കുറച്ച് സമയം കിടന്നു. അങ്ങനെ വൈകുന്നേരമായിട്ടുണ്ട്. അങ്ങനെ അബുത്തിൻ്റെ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട്. അവർ പടക്കങ്ങളൊക്കെ നോക്കിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അബുവിനെ റീവുവിനെ കണ്ടാൽ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കുട്ടികൾക്ക് കമ്പിത്തിരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ, അപ്പോൾ അവരതൊക്കെ എടുത്തിട്ടൊന്ന് കത്തിച്ച് നോക്കുന്നുണ്ട്. അവ്യ അവൻ്റെ അംഗൻവാടി ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നതാണ്. വിഷു പിറ്റേ ദിവസമായിരിക്കും നമ്മൾ കസിൻസ് എല്ലാവരും ഒത്തുകൂടുന്നത്. ഞാൻ എൻ്റെ ബാഗും എല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. കാരണം നാളെ വർക്കിംഗ് ഡേ ആണ്, മൺഡേ. അപ്പോൾ എനിക്ക് ജോലിക്കും പോകണം. അപ്പോൾ അവിടെ നിന്ന് പോകാമെന്ന് വെച്ചിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓഫീസ് ബാഗും എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ഞങ്ങൾ പോവാണ്. ഞാൻ സ്കൂട്ടി എടുക്കുന്നുണ്ട്. കാരണം നാളെ ഓഫീസിൽ അവിടുന്ന് പോകണമെങ്കിൽ വണ്ടി വേണം. എപ്പോഴും അവിടുന്ന് ബസ്സൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ്. അപ്പോൾ എന്തായാലും സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഏട്ടനും അവയും ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഏട്ടനൊക്കെ വിളിച്ചത്. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി മുണ്ടേരി കടവ് പുഴേൻ്റെ ആ സൈഡിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും ഓട്ടോനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. സൺസെറ്റ് ആ സമയത്ത് പോകണമായിരുന്നു, നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞു. കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അവിടെ വൈകുന്നേരം കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. അങ്ങനെ നല്ല ഇരുടായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പുറത്തായിട്ടൊരു ചെറിയ തട്ടുകട പോലെയുള്ളൊരു സംഭവമായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഞങ്ങളും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നു. ഒരുപാട് പടക്കങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വാങ്ങിച്ചത് തന്നെ വലിയ വലിയ പടക്കങ്ങളൊക്കെ ഇവർ നമ്മളെല്ലാവരും വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ആസ് യൂഷ്വൽ പേടിയായതുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് അമ്മേനെയും കൂട്ടിയിട്ട് പോയി. അവൻ അവിടുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. ബാക്ക് തിരി ഇങ്ങോട്ടോക്ക്. എല്ലാം കഴിഞ്ഞാൽ അങ്ങനെ വീട്ടുമുറ്റത്തെ കുറച്ച് ആഘോഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വയലിലേക്ക് പോയി. അവിടെ നിന്നാണ് മുകളിലേക്ക് പോയി പൊട്ടുന്നൊക്കെ പൊട്ടിച്ചത്. അപ്പോൾ അവിടുന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. തൊട്ടപ്പുറത്ത് തന്നെയാണ് ആപ്പൻ്റെ വീട്. അപ്പോൾ അവിടെയും പോയി കണികൾ സംഭവങ്ങളൊക്കെ നോക്കി. അവിടുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ വീണ്ടും വയലിലേക്ക് പോവാണ്.
മുറ്റത്തേക്കുള്ള ചാട്ടം അല്ല അപ്പുറത്തേക്കുള്ള ഇത് ആരെങ്കിലും ചാട്ടം മാറ്റി മാറിക്കേ അല്ലാതെ അരൂപട്ട മാറിക്കേ ആ കത്തിന് മറ്റേ ഫയർഫോഴ്സ് വരുവാ അതെ ഏട്ടന്റെ കാര്യം പോകാം സൈഡോട്ട് പിടിച്ചേ അരൂപട്ട മാറിക്ക ഇത് വല്ലതാണ് നിന്റെ സംഭവം അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ സദ്യ ആയിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൊച്ചു വിഷു ആഘോഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.